ദൈവത്തിന്റെ ദിവസം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ട്രിനിറ്റി സൺഡേ ആയി നാം ഇന്ന് ആചരിക്കപ്പെടുകയാണല്ലോ. പിതാവും പരിശുദ്ധാത്മാവുമാകുന്ന ഏക ദൈവത്തിലുള്ള വിശ്വാസത്തെ കൂടുതൽ ഉറപ്പിക്കുന്നത് ക്രൈസ്തവ ജീവിതത്തിൽ ഏക ദൈവത്തിന്റെ സാന്നിധ്യം കൂടുതൽ മനസ്സിലാക്കുവാൻ, ദൈവത്തിന്റെ സാന്നിധ്യത്താൽ നിറയപ്പെടുവാൻ ഈ ആരാധനകളുടെ ദൈവത്തെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഈ ലോക ഈ കാലഘട്ടത്തിൽ ഭവനങ്ങളിൽ നിന്ന് നാം ദൈവത്തെ ആരാധിക്കുമ്പോൾ ദൈവസാന്നിധ്യം ധാരാളമായി ലഭിക്കുവാൻ നമുക്ക് ഇടയാക്കാം. ഈ ആരാധന എല്ലാവരെയും ഹാർദവമായി സ്വാഗതം ചെയ്തുകൊള്ളട്ടെ. പ്രത്യേകിച്ച് ദേശത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് നാം ദൈവത്തെ ആരാധിക്കുമ്പോൾ നമ്മുടെ ഭവനങ്ങൾ ആരാധനയുടെ മുഖാന്തരങ്ങളായി തീരുകയും പ്രാർത്ഥനയോട് ഒരുക്കത്തോടുകൂടി ആരാധനയെ സമർപ്പിക്കണമെന്ന് പ്രത്യേകിച്ച് ഓർപ്പിക്കട്ടെ. രോഗഭീതിയിലായിരിക്കുന്ന ജനതയെ ഓർത്ത് പ്രാർത്ഥിക്കുവാൻ നമുക്ക് ഇടയാകണം. കൂടാതെ ഈ ആഴ്ചകളിൽ ഗവൺമെന്റിൻ്റെതായ പല നിർദ്ദേശങ്ങളും ദേവാലയ ആരാധനയെ സംബന്ധിച്ച് മറ്റ് പ്രതികരണങ്ങളിലാകുന്നത് അത് വളരെ വ്യക്തമായി മനസ്സിലാക്കി ഗവൺമെന്റിന്റെ നിർദ്ദേശങ്ങൾ അനുസരിച്ച് ആരാധനയെ കുറിച്ചുള്ള കാര്യങ്ങൾ നമുക്ക് നിർവഹിക്കുവാനായിട്ട് സാധിക്കുന്നു. ആ ഒരു താല്പര്യവും ആ ഒരു ആഗ്രഹവും ആ ഒരു ചിന്തയും നമ്മുടെ ഓരോരുത്തരെയും മനസ്സിലുണ്ടാകണം. അറിയിപ്പുകൾ അനുസരിച്ച് മാത്രമേ ദേവാലയത്തിൽ കടന്നു വരാവൂ എന്ന് ഓർപ്പിച്ചോളട്ടെ. ആരാധനയ്ക്കായിട്ട് നമുക്ക് ഒരുങ്ങാം, നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവും പരിശുദ്ധാത്മാവുമാകുന്ന ദൈവമേ, അങ്ങേ ആരാധിക്കാൻ ഞങ്ങൾക്ക് ലഭിക്കുന്ന മുഖാന്തരങ്ങളെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ഭവനങ്ങളിൽ നിന്നും വിവിധ സ്ഥലങ്ങളിൽ നിന്നും ഞങ്ങൾ അങ്ങേ ആരാധിക്കുമ്പോൾ അവിടുത്തെ സാന്നിധ്യം, അവിടുത്തെ കൃപയും ഞങ്ങളോട് കൂടി ഉണ്ടായിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ആരാധനയിൽ അവിടുത്തെ ദൈവമായ സാന്നിധ്യം ഞങ്ങൾ നിറയ്ക്കണമേ. ആരാധനയിലായിരിക്കുന്ന എല്ലാ ജനങ്ങളെ അവിടുന്ന് വാഴ്ത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ദേശത്തെ ഓർത്തും കടന്നു വന്നവരെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ഇതിൽ പങ്കെടുക്കുന്ന എല്ലാവരും അനുഗ്രഹിക്കണമെന്ന് മശിഹായുടെ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. ഞാൻ കീർത്തനങ്ങൾ 173 കീർത്തന പാടാം. കീർത്തനം 173.
നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, നിനക്ക് സകലത്തിനെയും നിറഞ്ഞിരിക്കുന്നവേ, സകലാഗ്രഹങ്ങളും അറിയപ്പെട്ടവേ, നിന്നിൽ നിന്ന് രഹസ്യങ്ങളൊന്നും മറവില്ലാത്തതുമാകുന്നുവല്ലോ. ഞങ്ങൾ നിന്നെ ഗുണമായി സ്നേഹിക്കുവാനും നിന്റെ പരിശുദ്ധനാമമായി മഹത്വപ്പെടുത്തുവാനും നിന്റെ പരിശുദ്ധാത്മാവിന്റെ വിശ്വാസത്താൽ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മൂലം വെളിപ്പാക്കണമേ. സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. ആകാശവും ഭൂമിയും നിന്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. മഹോന്നതനായ കർത്താവേ, നിനക്ക് മഹത്വം ഉണ്ടാകട്ടെ. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. സർവശക്തനേ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനേ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട ഞങ്ങളുടെ വീണ്ടെടുപ്പാനായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. പരിശുദ്ധാത്മാവായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥനകളും സ്തോത്രവും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. നമ്മുടെ കർത്താവ് പറഞ്ഞ പ്രകാരമായ പ്രമാണത്തിന്റെയും പ്രവാചകന്മാരുടെയും ചുരുക്കം നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൽ ഇസ്രായേലെ കേൾക്കാം. നമ്മുടെ ദൈവമായ കർത്താവാകുന്നു. എന്റെ ദൈവമായ കർത്താവിനെ ഗുണഹൃദയത്തോടും ഗുണാത്മാവോടും ഗുണമനസ്സോടും ഗുണശക്തിയോടും കൂടെ സ്നേഹിക്കേണ്ടതാകുന്നു. ഇതാകുന്നു ഒന്നാമത്തെ കൽപ്പന. രണ്ടാമത്തതിനോട് സമമതായ നിന്റെ കൂട്ടുകാരനെ പോലെ തന്നെ സ്നേഹിക്കണം. ഇവയുടേതായ കൽപ്പനയുമില്ല. ഈ രണ്ട് കൽപ്പനകളിൽ സകലമായ പ്രമാണവും പ്രവാചകന്മാരും അടങ്ങിയിരിക്കുന്നു. പ്രിയ സഹോദരരെ, ദൈവത്തിന്റെ ഏറ്റവും പരിശുദ്ധ വചനം കേൾക്കാനും കർത്താവിന്റെ ശരീരങ്ങളെ കൈക്കൊള്ളുവാനും നാം ഒരുമിച്ച് വന്നിരിക്കുന്നു. അതിനാൽ നമുക്ക് മുഖ്യമാനമായി നമ്മെ തന്നെ ശോധന ചെയ്ത് വിശ്വാസത്തോടെ അടുത്താമത്തോടെ നമ്മിലേക്ക് സമീപിക്കുന്നതിന് ദൈവകൃപ അന്വേഷിക്കാം. നിങ്ങളുടെ പാപങ്ങളെ കുറിച്ച് നേരായ താല്പര്യമായി മനസ്സാന്തരപ്പെട്ട് നിങ്ങളുടെ കൂട്ടുകാരോട് പ്രിയവും സ്നേഹവുമായിരുന്ന് ദൈവത്തിന്റെ കൽപ്പന അനുസരിച്ചുകൊണ്ടും മേലാനന്ദ വഴികളിൽ കൂടെ നടന്നുകൊണ്ടും പുതിയ ജീവിതം നയിക്കനുസരിച്ചിരിക്കുന്ന നിങ്ങൾ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മൂലം അവരോട് പുതുതായി നിറവാക്കപ്പെടേണ്ടതിന് സർവശക്തനായ ദൈവത്തോട് താഴ്മയായി നിങ്ങളുടെ പാപങ്ങളെ ഏറ്റുപറയുകയും സ്വർഗ്ഗസ്ഥ പിതാവേ, സത്യമായി എല്ലാവർക്കുമുള്ള ദൈവത്തിന്റെ കൃപാവഴി കേൾക്കുകയും അധ്വാനിക്കുന്നവരും ഭാരമെടുക്കുന്നവരുമായുള്ളവരെല്ലാവരെയും കഴിക്കുന്നവരും ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. തന്റെ യാതനായത്തിൽ വിശ്വസിക്കുന്നവരുടെ പോകാതെ തിരിവ് പ്രാപിക്കേണ്ടതിന് ദൈവം അവരെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ക്രിസ്തു ഭാവികളെ രക്ഷിക്കാൻ ലോകത്തിൽ വന്നു എന്നുള്ളത് വിശ്വാസ്യവും എല്ലാവരും അംഗീകരിക്കായോഗ്യവുമായ വചനം തന്നെ. ഒരുത്തൻ വാംശത്തിലോ നീതിമാനായ യേശുക്രിസ്തുവിന്റെ കാര്യസ്ഥന പിതാവിന്റെ അടുക്കലുണ്ട്. അവൻ നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാകുന്നു. മനഃപൂർവമായ മനസ്സാന്തരത്തോടും സത്യവിശ്വാസത്തോടും അങ്ങനെയിരിക്കുകയും
തങ്ങളുടെ സഹോദരങ്ങളോട് ക്ഷമിക്കുന്നത് എല്ലാവർക്കും പാപമോചനം നൽകുമെന്ന് തന്റെ മഹാനവരെ വാഗ്ദത്തം ചെയ്തിരിക്കുന്ന സ്വർഗ്ഗസ്ഥപിതാവായ സർവശക്തിയുള്ള ദൈവം നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മൂലം നിങ്ങളോട് കരുണയുണ്ടായി നിങ്ങളുടെ സകല പാപങ്ങളെയും ക്ഷമിച്ച് അവയിൽ നിന്ന് നിങ്ങളെ വിടുവിച്ച് സകല നന്മകളോട് ബലപ്പെടുത്തി നിങ്ങളെ നിത്യങ്ങളിലേക്ക് പ്രവേശിപ്പിക്കട്ടെ. കർത്താവ് നിങ്ങളോടുകൂടി ഇരിക്കട്ടെ. നമുക്ക് വീണ്ടും പ്രാർത്ഥിക്കാം. ഞായറാഴ്ചത്തേക്കുള്ള അപേക്ഷ വിവിധ മുഖാന്തരങ്ങളിൽ കൂടി ഞങ്ങളുടെ പൂർവ്വ മാതാപിതാക്കൾക്ക് നിന്നെ തന്നെ വെളിപ്പെടുത്തിയ എന്ത് ജീവിക്കുന്നതിനായ ഏകതയെന്ന് തൃത്വത്തിന്റെ മർമ്മം അറിയുവാനും ഏറ്റുപറയുവാനും ഞങ്ങളെ വിശ്വാസത്തിലും ഭക്തിയിലും ദൃഢപ്പെടുത്തണമേ. വിശ്വാസത്തിൽ അടിസ്ഥാനപ്പെട്ട് സകല ജനങ്ങളെയും നിന്റെ ശിഷ്യരാലേക്ക് ആകർഷിക്കുവാൻ നിന്നോട് പരിശുദ്ധാത്മാവിനോടും കൂടെ ഏകദൈവമായ കാലാവസാനം കൂടാതെ ജീവിച്ചു വാഴുന്ന യേശുക്രിസ്തു മൂലം ഞങ്ങൾക്ക് കൃപ ചെയ്യണമേ. ആമേൻ. എല്ലാവർക്കും ഇരിക്കാൻ ഇപ്പോൾ പഴയ നിയമ പാഠഭാഗം വായിക്കുന്നത്. ഇന്ന് കാലത്തേക്ക് നിശ്ചയിച്ചിരിക്കുന്ന പഴയ നിയമ പാഠഭാഗം എഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം 4-ാം വാക്യം മുതൽ 28-ാം വാക്യം വരെ. എഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം 4-ാം വാക്യം മുതൽ 28-ാം വാക്യം വരെ എഴുതപ്പെട്ടിരിക്കുന്ന ദൈവവചനങ്ങളെ കേൾക്കുകയും. ഞാൻ നോക്കിയപ്പോൾ വടക്ക് നിന്നൊരു കൊടുങ്കാറ്റും വലിയൊരു മേഘവും പാടിക്കത്തുന്ന തീയും വരുന്നത് കണ്ടു. അതിന്റെ ചുറ്റും ഒരു പ്രകാശവും അതിന്റെ നടുവിൽ നിന്ന് തീയുടെ നടുവിൽ നിന്ന് തന്നെ ശുക്ലസ്വർണ്ണം പോലെ ഒരു കാഴ്ചയുണ്ടായിരുന്നു. അതിന്റെ നടുവിൽ 4 ജീവികളുടെ സാദൃശ്യം കണ്ടു. അവയുടെ രൂപമോ അവയ്ക്ക് മനുഷ്യ സാദൃശ്യം ഉണ്ടായിരുന്നു. ഓരോന്നിന് 4 മുഖവും 4 ചിറകും ഉണ്ടായിരുന്നു. അവയുടെ കാൽ ചുവപ്പുള്ളതും കാലിനെ കാളക്കിടാവിന്റെ കുളമ്പ് പോലെയും ആയിരുന്നു. മെരുകിയ താമ്രം പോലെ അവ മിന്നിക്കൊണ്ടിരുന്നു. അവയ്ക്ക് 4 ഭാഗത്തും ചിറകിന്റെ കീഴായി മനുഷ്യക്കൈയുണ്ടായിരുന്നു. 4 മുഖങ്ങളും ചിറകുകളും ഇങ്ങനെയായിരുന്നു. അവയുടെ ചിറകുകൾ ഒന്നോടൊന്ന് തൊട്ടിരുന്നു. പോകുമ്പോൾ അവ തിരിയാതെ ഓരോന്നും നേരെ മുമ്പോട്ട് പോകും. അവയുടെ മുഖരൂപമോ അവയ്ക്ക് മനുഷ്യമുഖമുണ്ടായിരുന്നു. 4 വലതു ഭാഗത്ത് സിംഹമുഖവും ഇടതു ഭാഗത്ത് കാളമുഖവും ഉണ്ടായിരുന്നു. 4 കഴുകുമുഖവും ഉണ്ടായിരുന്നു. ഇങ്ങനെയായിരുന്നു അവയുടെ മുഖങ്ങൾ. അവയുടെ ചിറകുകൾ വേർഭാഗം നിന്നു. ഈ 2 ചിറകുകൾ തമ്മിൽ തൊട്ടും ഈ 2 ചിറകുകളുടെ ശരീരം ആവശ്യമിരുന്നു. അവ ഓരോന്നും നേരെ മുമ്പോട്ട് പോകുമ്പോൾ അവ തിരിയാതെ ആത്മാവിന് പോകേണ്ട ഇടത്തേക്ക് തന്നെ പോകും. ജീവികളുടെ നടുവിൽ കത്തിക്കൊണ്ടിരുന്ന തീകൾ പോലെയും പന്തങ്ങൾ പോലെയും ഒരു കാഴ്ചയുണ്ടായിരുന്നു. അത് ജീവന്റെ ഇടയിൽ സഞ്ചരിച്ചുകൊണ്ടിരുന്നു. ആ തീ തേജസ്സുള്ളതായിരുന്നു. തീയിൽ നിന്ന് മിന്നൽ പുറപ്പെട്ടുകൊണ്ടിരുന്നു. ജീവികൾ മിന്നൽ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കൊണ്ടിരുന്നു. ഞാൻ ജീവികളെ നോക്കിയപ്പോൾ നിലത്ത് ജീവികളുടെ അരികെ 4 മുഖത്തിനും നേരെ ഓരോ ചക്രം കണ്ടു. ചക്രങ്ങളുടെ കാഴ്ചയും പണിയും പുഷ്പരാഗത്തിന്റെ കാഴ്ച പോലെയായിരുന്നു. അവയ്ക്ക് 4 ഭാഷ തന്നെയായിരുന്നു. അവരുടെ കാഴ്ചയും പണിയും ചക്രത്തിൽ കൂടി മറ്റൊരു ചക്രം ഉള്ളതുപോലെയായിരുന്നു. അവയ്ക്ക് 4 ഭാഗത്തേക്ക് പോകാം. തിരിവാൻ ആവശ്യമില്ല. അവയുടെ വട്ടം പൊക്കമേറിയതും ഭയങ്കരവുമായിരുന്നു. 4ന്റെയും വട്ടുകൾക്ക് ചുറ്റും അടുത്തടുത്ത് കാണുണ്ടായിരുന്നു. ജീവികൾ പോകുമ്പോൾ ചക്രങ്ങളും ചേർന്ന് തന്നെ പോകുന്നു. ജീവികൾ ഭൂമിയിൽ നിന്ന് പോകുമ്പോൾ ചക്രങ്ങളും പോകും. ആത്മാവിന് പോകേണ്ട ഇടത്തൊക്കെ അവർ പോകും. ജീവികളുടെ ആത്മാവ് ചക്രങ്ങളായി ആയിരുന്നതുകൊണ്ട് ചക്രങ്ങൾ അവയുടെ കൂടെ പോകും. ജീവികളുടെ ആത്മാവ് ചക്രങ്ങളായിരുന്നതുകൊണ്ട് അവ പോകുമ്പോൾ ഇവയും പോകും. അവ നിൽക്കുമ്പോൾ ഇവ നിൽക്കും. അവ ഭൂമിയിൽ നിന്ന് പോകുമ്പോൾ ചക്രങ്ങളും അവയുടെ കൂടെ പോകും. ജീവികളുടെ തലയ്ക്ക് മീതെ ഭയങ്കരമായ പളക്ക് പോലെയുള്ള ഒരു വിലാപത്തിന്റെ രൂപമുണ്ടായിരുന്നു. അത് അവയുടെ തലയ്ക്ക് മീതെ വിരിഞ്ഞിരുന്നു. വിധാനത്തിന്റെ കീഴെ അവയുടെ ചിറകുകൾക്ക് നേർക്കുനേരെ വിടർന്നിരുന്നു. അത് അതിന്റെ ശരീരത്തെ ഈ ഭാഗവും ആ ഭാഗവും മുഴുവൻ ഓരോന്നിനും കീഴത്തുണ്ടായിരുന്നു. അവ പോകുമ്പോൾ ചിറകളുടെ ഇരച്ചിൽ വലിയ വെള്ളത്തിന്റെ ഇരച്ചിൽ പോലെയും സർവശക്തന്റെ നാദം പോലെയും ഒരു സൈന്യത്തിന്റെ ആരവം പോലെയുമുള്ള മുഴക്കമായി ഞാൻ കേട്ടു.
നിൽക്കുമ്പോൾ അവ ചിറക് താഴ്ത്തും. അവയുടെ തലയ്ക്ക് മീതെയുള്ള വിധാനത്തിന് മേൽ നിന്ന് ഒരു നാദം പുറപ്പെട്ടു. നിൽക്കുമ്പോൾ അവ ചിറക് താഴ്ത്തും. അവയുടെ തലയ്ക്ക് മീതെയുള്ള വിധാനത്തിന് മീതെ നീലക്കല്ലിന്റെ കാഴ്ച പോലെ സിംഹാസനത്തിന്റെ രൂപത്തിന്മേൽ അതിനു മീതെ മനുഷ്യ സാദൃശ്യത്തിൽ ഒരു രൂപം ഉണ്ടായിരുന്നു. അവന്റെ അരമുതൽ മേലോട്ട് അതിനകത്ത് ചുറ്റും തീക്കത്ത് ശില്പസ്വർണ്ണം പോലെ ഞാൻ കണ്ടു. അവന്റെ അരമുതൽ കീഴ്വട്ട് തീ പോലെ ഞാൻ കണ്ടു. അതിന്റെ ചുറ്റും പ്രകാശം ഉണ്ടായിരുന്നു. അതിന്റെ ചുറ്റുമുള്ള പ്രകാശം മഴയുടെ ദിവസത്തിൽ വേഗത്തിൽ കഴിയുന്ന വില്ലിന്റെ കാഴ്ച പോലെയായിരുന്നു. യഹോവയുടെ മുഖത്തിന്റെ പ്രത്യക്ഷത ഇങ്ങനെയായിരുന്നു കണ്ടത്. അത് കണ്ടിട്ട് ഞാൻ കവിണ്ണു വീണു. സംസാരിക്കുന്നവരുടെ ശബ്ദം ഞാൻ കേട്ടു. ഇങ്ങനെ പഴയ പാഠം അവസാനിക്കുന്നു. തൊണ്ണൂറ്റെട്ടാം സങ്കീർത്തനം നമുക്ക് വാക്കുപ്രതിയായിട്ട് പഠിക്കാം. യഹോവയുടെ ഒരു പുതിയ പാട്ട് പാടുകയും അവൻ അത്ഭുതങ്ങളെ പ്രവർത്തിച്ചിരിക്കുന്നു. അവന്റെ വലകയും അവന്റെ വിശുദ്ധ കുറ്റവും അവന് ജയം നേടിയിരിക്കുന്നു. അവൻ ഇസ്രായേൽ നഗരത്തിന് തന്റെ ദൈവ വിശ്വസ്തയെ പോറ്റിരിക്കുന്നു. ഭൂമിയുടെ അതിർത്തിയിൽ അവർ ദൈവത്തിന് രക്ഷ കാണിക്കുന്നു. നിങ്ങളത്തോടും നിങ്ങളത്തോടും സംഗീത സ്വരത്തോടും സമുദ്രവും അതിനിദ്രവും സമുദ്രവും അതിന് വസിക്കുന്നവരും പറയട്ടെ. അവൻ ഭൂമിയെ തീരുമാനിക്കുന്നു. ലോകത്തെ നീതിയോടും ജാതികളെ നീതിയോടും പിടിക്കും. പിതാവിന് പുത്രനും പരിശുദ്ധാത്മാവിനെ വിശുദ്ധ സുവിശേഷം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായം 16-ാം വാക്യം മുതൽ 20-ാം വാക്യം എഴുതപ്പെട്ടിരിക്കുന്ന ദൈവവചനം കേൾക്കുകയും വിശുദ്ധ സുവിശേഷത്തിൽ വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായം 16-ാം വാക്യം മുതൽ. എന്നാൽ 11 ശിഷ്യന്മാർ ഗിരിയിൽ യേശുവോട് കൽപ്പിച്ചെന്ന് മരിച്ചുപോയി. അവനെ കണ്ടപ്പോൾ അവർ നമസ്കരിച്ചു. ചിലരോട് സംശയിച്ചു. യേശു അടുത്തിരുന്ന് സ്വർഗ്ഗത്തിലും ഭൂമിയിലും സകല അധികാരം എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിനെയും പുത്രനെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനം കഴിപ്പിച്ചു ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെ പ്രമാണിക്കാൻ തക്കവണ്ണം ഉപദേശിച്ചുകൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കപ്പെടുകയും ഞാനും ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെ ഉണ്ട് എന്ന് അരുളി ചെയ്തു. ഇങ്ങനെ സുവിശേഷ പാഠഭാഗം കഴിഞ്ഞു. ഞാൻ കീർത്തനങ്ങൾ 171 കീർത്തനം പാടാം. കീർത്തനം 171. Oh
പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ തന്നെ ആമേൻ. പെന്തക്കോസ്ത് പിൻവരുന്ന ഈ ഒന്നാം ഞായറാഴ്ച ട്രിനിറ്റി ഞായറായി നാം ആചരിക്കപ്പെടുകയാണല്ലോ. ത്രിയേക ദൈവ വിശ്വാസത്തെ കൂടുതൽ ഊന്നൽ നൽകി പിതാവായ ദൈവം, പുത്രനായ ദൈവം, പരിശുദ്ധാത്മാവായ ദൈവം എന്ന ഏകദൈവ വിശ്വാസത്തെ കൂടുതൽ ഊന്നൽ നൽകി ചിന്തിക്കുന്ന ഒരു ദിവസം കൂടെയാണല്ലോ. ദൈവത്തെ സംബന്ധിച്ചിടത്തോളം തൃത്വം എന്ന പദം നമ്മൾ സാധാരണ ഉപയോഗിക്കാറുണ്ട്. ദൈവം ഏകനാണ് എന്ന് പറയുന്നതോടൊപ്പം പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്നീ ആണത്തുകൾ ദൈവത്തിൽ അടങ്ങിയിരിക്കുന്നു എന്ന് നാം വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ തൃത്വ സ്വഭാവത്തെ കുറിച്ച് തർക്കത്തിലൂടെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുകയില്ല. എന്നാൽ നമ്മുടെ ജീവിത അനുഭവങ്ങളിലൂടെ തൃത്വത്തെ അറിയുവാനും മനസ്സിലാക്കുവാനും നമുക്ക് സാധിക്കും. കൺഫർമേഷൻ ക്ലാസ്സുകളിൽ സാധാരണ പഠിക്കുന്ന ഒരു ഭാഗമാണ് നമ്മുടെ വിശ്വാസ പ്രമാണത്തെ കുറിച്ച്. നമ്മുടെ സഭയുടെ വിശ്വാസ പ്രമാണങ്ങൾ 3 വിശ്വാസ പ്രമാണങ്ങളുണ്ട് എന്ന് നമ്മൾ പറയുന്നുണ്ട്. നമ്മളത് അംഗീകരിച്ച് മുൻപോട്ട് പോകുന്നു. അപ്പോസ്തല വിശ്വാസ പ്രമാണം, നിഖ്യാ വിശ്വാസ പ്രമാണം, അഥേനേഷ്യസിന്റെ വിശ്വാസ പ്രമാണം. അഥേനേഷ്യസിന്റെ വിശ്വാസ പ്രമാണം സാധാരണ ചൊല്ലേണ്ടുന്നത് തൃത്വ ഞായറാഴ്ചയാണ്. എന്നാൽ നമ്മുടെ ആരാധന ക്രമത്തിൽ ആ ഒരു വിശ്വാസ പ്രമാണം എഴുതപ്പെടാത്തത് കൊണ്ട് അല്ലെങ്കിൽ കാണാത്തത് കൊണ്ട് നമ്മൾ സാധാരണ അത് ഉപയോഗിക്കാറില്ല. ത്രിയേക ദൈവത്തെ കുറിച്ചുള്ള വ്യക്തമായ കാഴ്ചപ്പാടുകൾ നൽകുന്ന ഒരു വിശ്വാസ പ്രമാണമാണ് അഥേനേഷ്യസിന്റെ വിശ്വാസ പ്രമാണമായിട്ട് നാം മനസ്സിലാക്കുന്നത്. നിങ്ങളുടെ അറിവിന് വേണ്ടി ഈ അഥേനേഷ്യസിന്റെ വിശ്വാസ പ്രമാണം ഞാൻ വായിച്ചു കേൾപ്പിക്കാം. 3 ആളത്വത്തിലുള്ള ഏകത്വം എന്ന ചിന്തയുടെ അടിസ്ഥാനത്തിലാണ് ഈ വിശ്വാസ പ്രമാണം രൂപീകൃതമായത്. അതിങ്ങനെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്: അപ്രകാരം തന്നെ പിതാവ് ദൈവം, പുത്രൻ ദൈവം, പരിശുദ്ധാത്മാവ് ദൈവം. അപ്രകാരം തന്നെ പിതാവ് കർത്താവ്, പുത്രനും കർത്താവ്, പരിശുദ്ധാത്മാവ് കർത്താവ്. എങ്കിലും 3 കർത്താക്കന്മാരല്ല, ഒരു കർത്താവത്രേ. എന്നാൽ ഓരോ ആൾ തനിയെ തന്നെ ദൈവമെന്നും കർത്താവെന്നും അനുസരിച്ച് പറയുന്നതിന് ക്രിസ്ത്യൻ സത്യം നമ്മെ ഏതു പ്രകാരം നിർബന്ധിച്ചിരിക്കുന്നുവോ അപ്രകാരം തന്നെ 3 ദൈവങ്ങളെന്നോ 3 കർത്താക്കന്മാരെന്നോ പറയുന്നത് കാതോലിക മതം വിലക്കിയിരിക്കുന്നു. പിതാവ് ഒരുത്തനാലും ഉണ്ടാക്കപ്പെട്ടവനല്ല, സൃഷ്ടിക്കപ്പെട്ടവനുമല്ല, ജനിക്കപ്പെട്ടവനുമല്ല. പുത്രൻ പിതാവിൽ നിന്ന് മാത്രമാകുന്നു, ഉണ്ടാക്കപ്പെട്ടവനുമല്ല, സൃഷ്ടിക്കപ്പെട്ടവനുമല്ല, ജനിക്കപ്പെട്ടവനത്രേ. പരിശുദ്ധാത്മാവ് പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും ആകുന്നു, ഉണ്ടാക്കപ്പെട്ടവനുമല്ല, സൃഷ്ടിക്കപ്പെട്ടവനുമല്ല, ജനിക്കപ്പെട്ടവനുമല്ല, പുറപ്പെട്ടു വന്നവനത്രേ. ആകയാൽ ഒരു പിതാവേ ഉള്ളൂ, 3 പിതാക്കന്മാരില്ല. ഒരു പുത്രനേ ഉള്ളൂ, 3 പുത്രന്മാരില്ല. ഒരു പരിശുദ്ധാത്മാവേ ഉള്ളൂ, 3 പരിശുദ്ധാത്മാക്കളില്ല. ഈ തൃത്വത്തിൽ മുമ്പരും പിൻവരുമില്ല, വലിയവനും ചെറിയവനുമില്ല. എന്നാൽ മൂവരും മുഴുവനും സമനിത്യന്മാരും നിത്യ തുല്യരുമാകുന്നു. അതുകൊണ്ട് സകലത്തിലും തൃത്വത്തിൽ ഏകത്വത്തെയും ഏകത്വത്തിൽ തൃത്വത്തെയും ആരാധിക്കാനുള്ളതാണ്. ഇതാണ് അഥാനേസിന്റെ വിശ്വാസ പ്രമാണമായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ ക്രൈസ്തവ ജീവിതത്തിൽ ഏക ദൈവ വിശ്വാസം അത് വളരെ പ്രസക്തമാണ്. നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ ഏക ദൈവത്തെ നാം വിശ്വസിക്കുന്നുവെങ്കിലും പിതാവായ ദൈവം, പുത്രനായ ദൈവം, പരിശുദ്ധാത്മാവായ ദൈവം എന്ന് നാം വിശ്വസിക്കുന്നു. അപ്പോൾ ദൈവം തന്നെ തന്നെ വെളിപ്പെടുത്തിയിരിക്കുന്ന ഒരു മർമ്മമാണ് തൃത്വം എന്ന് നാം മനസ്സിലാക്കണം. യേശു ക്രിസ്തുവിലൂടെ നൽകപ്പെട്ട രക്ഷയുടെ അനുഭവവും കൃത്യോപദേശത്തിലൂടെ കൂടുതൽ വ്യക്തമാക്കപ്പെട്ടിരിക്കുന്നു എന്ന് നാം മനസ്സിലാക്കണം.
പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്നിങ്ങനെ വെളിപ്പെട്ടെങ്കിലും അന്യോന്യമുള്ള അംഗീകാരത്തിലൂടെയും ഐക്യത്തിലൂടെയും ഏകദൈവമാണെന്നുള്ള വസ്തുതയ്ക്ക് ഊന്നൽ നൽകിയിരിക്കുന്നു എന്ന് നാം മനസ്സിലാക്കുന്നു. പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ത്രിയേക ആശയങ്ങൾ കൂടുതൽ കാണുവാൻ സാധിക്കുന്നുണ്ട്. പഴയ നിയമത്തിലാണെങ്കിൽ സൃഷ്ടികഥയിൽ ദൈവത്തെ കുറിച്ച് അവിടെ സൂചിപ്പിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 26-ാം വാക്യത്തിലാണ് പറയുന്നു, അവിടെ ഏകവചനമല്ല ബഹുവചനമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നമ്മുടെ സ്വരൂപത്തിൽ, നാം നമ്മുടെ സ്വരൂപത്തിൽ എന്ന് പറയുമ്പോൾ അവിടെ ഒന്നിലധികം ആൾക്കാരെ കുറിച്ചുള്ള ചിന്തയാണ് അവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അതുപോലെ യെശയ്യാ പ്രവചനം 6-ാം അധ്യായം 3-ാം വാക്യത്തിൽ വരുമ്പോൾ പരിശുദ്ധൻ 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 എന്ന് 3 പ്രാവശ്യം പറയുന്നതായിട്ട് അവിടെ നാം കാണുന്നു. പുതിയ നിയമത്തിലേക്ക് കടന്നു വരുമ്പോൾ മത്തായിയുടെ സുവിശേഷം 3-ാം അധ്യായത്തിലാണ് നാം കാണുന്നത് യേശുക്രിസ്തുവിന്റെ സ്നാന സമയത്ത് പരിശുദ്ധാത്മാവ് പ്രാവ് പോലെ ഇറങ്ങി വരുന്നതായിട്ട് നാം അവിടെ കാണുന്നു. അതുകൂടാതെ പരിശുദ്ധാത്മാവിനെ കുറിച്ച് സൂചിപ്പിക്കുമ്പോൾ കർത്താവായ യേശുക്രിസ്തുവിന്റെ പഠിപ്പിക്കുന്നതിൽ പല ഭാഗങ്ങളും നാം അത് കാണുന്നു. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 26-ാം വാക്യത്തിൽ നാം അത് കാണുന്നുണ്ട്. അതുപോലെ യോഹന്നാൻ 15-26 നാം നോക്കുമ്പോൾ അവിടെ പരിശുദ്ധാത്മാവിന് സാക്ഷ്യം പറയുവാനായിട്ട് പറയുന്നു. പരിശുദ്ധാത്മാവിന്റെ കാര്യത്തിൽ സകലത് ഉപദേശിച്ചു തരുമെന്ന് അവിടെ നാം കാണുന്നു. അതുപോലെ തന്നെ ഇന്ന് നാം സുവിശേഷ പാഠഭാഗമായി വായിച്ച മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായം അതിന്റെ 19-ാം വാക്യത്തിൽ ഇങ്ങനെ കാണുന്നു, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനം കഴിപ്പിക്കുക എന്ന് നാം അവിടെ കാണുന്നു. അപ്പോൾ പിതാവായ ദൈവം, പുത്രനായ ദൈവം, പരിശുദ്ധാത്മാവായ ദൈവം എന്ന ഏക ദൈവത്തെ കുറിച്ചുള്ള കാഴ്ചപ്പാടാണ് അവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. 2 കൊരിന്ത്യരിൽ അപ്പോസ്തലന്മാരുടെ ആശീർവാദത്തിൽ നാം അത് കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഗലാത്യയിലെ 4-ാം അധ്യായം 4-ാം വാക്യത്തിൽ അപ്പോസ്തലന്മാരുടെ പഠിപ്പിക്കലുകളിൽ തൃത്വത്തെ കുറിച്ച് സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അത് പുതിയ നിയമത്തിലും പഴയ നിയമത്തിലും ത്രിയേക ദൈവത്തിന്റെ ചില സൂചനകൾ നമുക്ക് കാണുവാനായി സാധിക്കുന്നു. AD 145 മുതൽ 220 വരെ ജീവിച്ചിരുന്ന സഹാപിതാവായ തെർത്തുല്യനാണ് തൃത്വത്തെ കുറിച്ച് ആദ്യമായി വീക്ഷിക്കുന്നതും ആദ്യമായി ദൈവത്തെ ത്രിയേക ദൈവമായി അദ്ദേഹം കണ്ടതും അദ്ദേഹമാണ്. സാധാരണ കണക്ക് നാം വായിക്കുമ്പോൾ 1+1=1=1 എന്ന കാഴ്ചപ്പാടാണ് നാം മനസ്സിലാക്കുന്നത്. എന്നാൽ 1+1=1=1 എന്നതാണ് തൃത്വത്തിന്റെ ഇക്വേഷൻ ആയിട്ട് നാം മനസ്സിലാക്കുന്നത്. 3 ആളത്വങ്ങൾ ഒന്നായി പ്രവർത്തിക്കുന്നതാണ് ട്രിനിറ്റി എന്ന് നാം മനസ്സിലാക്കുന്നത്. ഇവിടെ സുവിശേഷ പാഠഭാഗമായ മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ പുനരുത്ഥാനം ചെയ്ത ക്രിസ്തു അവസാനമായി ശിഷ്യന്മാർക്ക് നൽകിയ കൽപ്പനകൾ ഒന്നായിട്ടാണ് ഈ തൃത്വോപദേശത്തെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. കാരണം നിങ്ങൾ തുടർന്ന് പ്രവർത്തിക്കുവാനായി, നിങ്ങൾ ഭൂമിയുടെ അറ്റത്തോളം എന്റെ സാക്ഷികളാകുവാനായിട്ട് കർത്താവ് ആവശ്യപ്പെടുന്നു. അപ്പോൾ ഇവിടെ ദൈവത്തിന്റെ ശുശ്രൂഷ പൂർണ്ണമാക്കപ്പെടുവാനുള്ള ഒരു ആഹ്വാനം അവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. എന്താണ് തൃത്വം? തൃത്വത്തെ കുറിച്ച് നാം മനസ്സിലാക്കുമ്പോൾ ദൈവിക വെളിപ്പെടുത്തുന്നതിന്റെ പൂർണ്ണതയാണ് തൃത്വം എന്ന് നാം മനസ്സിലാക്കുന്നു. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്ന 3 ആളത്വങ്ങൾ അല്ലെങ്കിൽ 3 സത്യങ്ങൾ ദൈവിക വെളിപ്പെടുത്തുന്നതിന്റെ പൂർണ്ണതയെ കുറിക്കുന്നതായിട്ട് നാം മനസ്സിലാക്കുന്നു. മനുഷ്യരെ സ്നേഹിക്കുന്ന, അവരെ കരുതുന്ന, മനുഷ്യരോട് ഭയമുള്ള, അവരെ ശക്തീകരിക്കുന്ന, ദൈവവുമായുള്ള ബന്ധത്തിൽ വളരുവാൻ സഹായിക്കുന്നതാണ് ഈ തൃത്വോപദേശം അല്ലെങ്കിൽ തൃത്വദൈവം. അതിലൂടെ ദൈവരാജ്യത്തിന്റെ വളർച്ചയും ദൈവവുമായുള്ള ബന്ധത്തിൽ മനുഷ്യന് ജീവിക്കുവാൻ സാധിക്കേണ്ടതിനെയും അവിടെ നാം കാണുന്നു. ഇതൊരു നിത്യമായ പരിമിത ഫലമാണ്. അതുകൊണ്ട് തൃത്വോപദേശം ദൈവത്തിന്റെ വെളിപ്പാടാണ് എന്ന് മനസ്സിലാക്കാം. അല്പം മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു ഭാഗമാണ് ട്രിനിറ്റി എന്ന ചിന്ത. അപ്പൊ ദൈവത്തിന്റെ വെളിപ്പെടുത്തലിന്റെ പൂർണ്ണതയായിട്ട് തൃത്വത്തെ നാം കാണുന്നു. രണ്ടാമത് തൃത്വത്തെ കുറിച്ച് കാണുന്നത് തൃത്വം ദൈവത്തിന്റെ ഉദ്ദേശത്തെ കുറിച്ച്, പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്ന 3 ആളത്വം പ്രവർത്തിക്കുക എന്നുള്ളതാണ്. നിശ്ചലമായി നിൽക്കുന്നതല്ല. പിതാവ് സൃഷ്ടിച്ചവൻ മാത്രമല്ല, ഒരു 2 കൊരിന്ത്യർ 13-ാം അധ്യായം 14-ാം വാക്യത്തിൽ കാണുന്നത് പോലെ സ്നേഹമാണ്. സ്നേഹം
പ്രവർത്തനമായി നാം കാണുന്നു. അപ്പൊ മനുഷ്യനെ കുറിച്ചുള്ള ദൈവോദ്ദേശത്തിന് അന്യോന്യം പരസ്പര ബന്ധം കൂടിയേ കഴിയുള്ളൂ. ദൈവവുമായുള്ള ബന്ധത്തിൽ മനുഷ്യൻ അയോഗ്യനാണ്. കാരണം പാപം മൂലം അവൻ ദൈവത്തിൽ നിന്ന് അകന്നു പോയിരുന്നു. എന്നാൽ ദൈവത്തിന് മനുഷ്യനെ കുറിച്ചുള്ള ഉദ്ദേശത്തിന്റെ പൂർണ്ണതയായി നാം അവിടെ കാണുന്നു. ആ പൂർണ്ണത പുത്രനായ ദൈവത്തെ ഈ ലോകത്തിലേക്ക് അയച്ച് പാപികളായ നാം രക്ഷിക്കുന്നതിന് വേണ്ടി. അതുകൊണ്ട് മനുഷ്യരുമായി ബന്ധപ്പെടുവാനുള്ള സാധ്യത നൽകുന്ന അനുഭവമാണ് തൃത്വം എന്ന് നാം മനസ്സിലാക്കുക. അപ്പൊ ദൈവത്തിൽ നിന്ന് അകന്നു പോയ മനുഷ്യനെ ദൈവത്തിലേക്ക് വീണ്ടും അടുപ്പിക്കുവാനായി തൃത്വത്തിലൂടെ സാധിക്കും. അപ്പൊ ദൈവത്തിന്റെ ഉദ്ദേശത്തെയാണ് ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. പിന്നീട് നാം കാണുന്നത് തൃത്വം ദൈവത്തിന്റെ ഐക്യത്തെ പ്രഖ്യാപനം. ദൈവം മനുഷ്യരോട് ബന്ധപ്പെടുന്നത് പോലെ തന്നെ ദൈവം അവർ ബന്ധപ്പെട്ടിരിക്കുന്നതായി നാം കാണുന്നു. അകന്നിരിക്കുവാനാകാതെ വണ്ണം ഏകമായ അനുഭവമാണ് ദൈവത്തിന്റെ അനുഭവമായി നാം കാണുന്നത്. അതിന്റെ പശ്ചാത്തലത്തിലാണ് കർത്താവായ യേശു ക്രിസ്തു തന്റെ ശുശ്രൂഷ സമയത്ത് പറയുന്നത്, ഞാനും പിതാവും ഒന്നായിരിക്കുന്നു എന്ന്. കർത്താവിന്റെ മഹാപുരോഹിത പ്രാർത്ഥനയിൽ ഈ ഒരു സന്ദർഭവാക്കൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. അപ്പൊ ദൈവത്വത്തിലെ ഏകത്വം മനുഷ്യന്റെ ഏകത്വമായ ആഹ്വാനമായി പറയുന്നു. അപ്പൊ മനുഷ്യൻ ഐക്യതയോടുകൂടി വസിക്കുവാനും മുന്നോട്ട് പോകുവാനും ജീവിതത്തെ മുൻനിരയിലേക്ക് കൊണ്ടുവരുവാനായിട്ട് സാധിക്കണമെന്ന് ഇവിടെ കാണുന്നു. മനുഷ്യൻ അന്യോന്യം ഒരു പുതിയ ബന്ധത്തിലേക്ക് പ്രവേശിക്കേണ്ടതെന്ന് വളരെ ആവശ്യമാണ്. അപ്പൊ ത്രിയേക ദൈവം ഒന്നായിരിക്കുന്നത് പോലെ മനുഷ്യരും ഒന്നായി ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ ജീവിക്കുവാൻ ഐക്യത്തെ കുറിച്ചുള്ള ഒരു കാഴ്ചപ്പാടാണ് ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. മനുഷ്യൻ അന്യോന്യമുള്ള ബന്ധത്തിൽ വളരുമ്പോഴാണ് ത്രിയേക തൃത്വം എന്നത് പ്രായോഗിക ജീവിതത്തിൽ അർത്ഥമുള്ളതായിട്ട്. അതുകൊണ്ട് നമ്മുടെ ഓരോരുത്തരുടെ ജീവിതാനുഭവങ്ങളിൽ ദൈവത്തിന്റെ ഏകത്വത്തെ പ്രഖ്യാപിക്കുമ്പോൾ ദൈവം മൂന്നാളത്വങ്ങൾ ഒന്നായി പ്രവർത്തിക്കുന്നത് പോലെ മനുഷ്യരും ഒന്നായി പ്രവർത്തിക്കുവാനുള്ള ഐക്യതയോടുകൂടി നിലനിൽക്കുവാനുള്ള ആഹ്വാനമാണ് അവിടെ കാണുവാൻ സാധിക്കുന്നത്. നാലാമത് നാം കാണുന്നത് തൃത്വവിശ്വാസത്തിന്റെ അനുഭവമാണ്. നമ്മുടെ വ്യക്തി ജീവിതത്തിൽ ഈ തൃത്വം എങ്ങനെ പ്രതിഫലിക്കുന്നു? സ്നേഹമുള്ള ദൈവം വിശ്വാസികളുടെ ജീവിതത്തിന്റെ അനുഭവമാണ്. കൃപയും പരിശുദ്ധാത്മാവിന്റെ ശക്തിയും ജീവിതാനുഭവങ്ങളാണ്. അപ്പൊ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ദൈവത്തിന്റെ ആളത്വത്തെ ഉൾക്കൊണ്ടുകൊണ്ട് ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ ജീവിക്കുവാനും പ്രവർത്തിക്കുവാനും നമുക്ക് സാധിക്കണം. അത് നമ്മുടെ ജീവിതത്തിന്റെ അനുഭവമായി തീരണം. വെറുതെ വാക്കുകൾ മാത്രമല്ല, ദൈവത്തെ വാസ്തവമായി അറിഞ്ഞ് ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ ജീവിക്കുവാനും പ്രവർത്തിക്കുവാനും നമുക്ക് സാധിക്കണം. ഒരു ദൈവബോധവും ദൈവവുമായിട്ടുള്ള മനുഷ്യരുമായിട്ടുള്ള ബന്ധത്തെ കുറിച്ചുള്ള കാഴ്ചപ്പാടുകളെല്ലാം ത്രിയേക ദൈവത്തിലൂടെ നമുക്ക് ഉണ്ടാകും. അപ്പൊ മനുഷ്യൻ പരസ്പരം കരുതുവാനും പരസ്പരം പ്രവർത്തിക്കുവാനും മനുഷ്യന് സാധിക്കണം. ഈ ജൂൺ മാസം 5-ാം തീയതി പരിസ്ഥിതി ഞായറായി പരിസ്ഥിതി ദിനമായി നാം ആചരിച്ചു വരുന്നു. ഈ പരിസ്ഥിതി ദിനത്തിൽ ദൈവവും മനുഷ്യനും, മനുഷ്യനും മനുഷ്യനും, മനുഷ്യനും പ്രകൃതിയും, ഈ മൂന്ന് ചിന്തകൾ അവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. മനുഷ്യൻ ദൈവവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത് പോലെ തന്നെ മനുഷ്യനും മനുഷ്യനുമായിട്ടുള്ള ബന്ധമുണ്ടാകണം. അതുപോലെ തന്നെ മനുഷ്യനും പ്രകൃതിയുമായിട്ടുള്ള ബന്ധമുണ്ടാകണം. പ്രകൃതിയെ ചൂഷണം ചെയ്യുന്ന ഈ സാഹചര്യത്തിൽ നിന്ന് മാറി പ്രകൃതിയെ സംരക്ഷിക്കുവാനും പ്രകൃതിയെ ആ ഒരു അനുഭവത്തിലേക്ക് മുൻപോട്ട് കൊണ്ടുപോകാനും നമുക്ക് സാധിക്കും. ഈ വർഷത്തെ ചിന്താവിഷയം ബയോഡൈവേഴ്സിറ്റി എന്നതാണ്. ജൈവ വൈവിധ്യം. നാം ആയിരിക്കുന്ന ആവാസ വ്യവസ്ഥയിലെ എല്ലാ ജീവജാലങ്ങളെയും സംരക്ഷിക്കുവാനുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട്. അത് നാം മനസ്സിലാക്കണം. മറ്റുള്ളവരെ സ്നേഹിക്കുവാനും മറ്റുള്ളവരെ കരുതുവാനും മറ്റുള്ളവർക്ക് വേണ്ടി നിലനിൽക്കുവാനും നമുക്ക് സാധിക്കുന്നത് പോലെ തന്നെ ദൈവത്തെ സ്നേഹിക്കുവാനും പ്രകൃതിയെ സ്നേഹിക്കുവാനും മനുഷ്യന് സാധിക്കും. ത്രിയേക ദൈവത്തിന്റെ വിശ്വാസം നാം ഏറ്റു പറയുമ്പോൾ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഈ ഒരു കാഴ്ചപ്പാട് ഉണ്ടാകണം. കാരണം ദൈവിക വെളിപ്പെടുത്തലിന്റെ പൂർണ്ണതയാണ് തൃത്വം. ദൈവത്തിന്റെ ഉദ്ദേശത്തെ കുറിക്കുന്നതാണ് തൃത്വം. ദൈവത്തിന്റെ ഐക്യത്തെ പ്രഖ്യാപിക്കുന്നതാണ് തൃത്വം. തൃത്വം വിശ്വാസികളുടെ അനുഭവമാണ്. അപ്പൊ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ത്രിയേക ദൈവത്തെ കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ
നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതാനുഭവങ്ങളിൽ ഉണ്ടാകുമ്പോൾ എപ്രകാരമുള്ള ഒരു സാഹചര്യമാണ് നമ്മൾ ഓരോരുത്തരും ആക്കി വെക്കുന്നത്. ദൈവത്തിലുള്ള വിശ്വാസം ഉണ്ടോ? എല്ലാ ആരാധനയും നാം നമ്മുടെ വിശ്വാസം പ്രഖ്യാപനം ചെയ്യുമ്പോൾ, ദൈവത്തിൽ നാം വിശ്വസിക്കുന്നു എന്ന് പറയുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിന്റെ അനുഭവമായി തീരണം. അതിന് ദൈവം നമ്മെ ഓരോരുത്തരെയും എൻ്റെ ആത്മാവിനാൽ നിറയ്ക്കുമാറാകട്ടെ. ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. ആമേൻ. നമ്മുടെ വിശ്വാസ സന്നദ്ധതയുടെ നിത്യാവിശ്വാസ പ്രമാണത്തിന്റെ വാക്കുകളിലേക്കെല്ലാം സർവശക്തിയുടെ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ വിശ്വസിക്കുന്നു. അവൻ സർവലോകത്തിന്റെ പിതാവ്, ദൈവത്തിന്റെ ദൈവം, പ്രകാശം പ്രകാശം, സത്യത്തിൽ പ്രാർത്ഥനയ്ക്കായ സമയം നമുക്ക് വേർതിരിക്കാം. വീണ്ടും ഒരു വിശുദ്ധ ദിവസം കൂടി ആരാധിപ്പാൻ ദൈവം നമുക്ക് അവസരം നൽകി. നാം നമ്മുടെ ഭവനങ്ങളിൽ ദൈവത്തെ ആരാധിക്കുമ്പോൾ ദൈവത്തിന്റെ സാന്നിധ്യം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ലഭ്യമാകുന്നതിന് വേണ്ടി നമുക്ക് ദൈവത്തോട് അപേക്ഷിക്കാം. പ്രത്യേകിച്ച് പ്രത്യേക പ്രാർത്ഥന ആവശ്യപ്പെട്ടിരിക്കുന്നവരുടെ രോഗികളായി കഴിയുന്നവർ, വേർപാടിന് തിരിഞ്ഞു പ്രിയപ്പെട്ടവർ, ഈ ആഴ്ചയിൽ ജന്മദിനം ആഘോഷിച്ച, വിവാഹവാർഷികം ആഘോഷിച്ച അവരെല്ലാം ഓർത്ത് നമുക്ക് ദൈവത്തിന്റെ സ്തോത്രം ചെയ്യാം. അവരുടെ പ്രവർത്തനങ്ങളിൽ, അവരുടെ ജീവിതത്തിൽ നിന്നുള്ള നാളുകളിൽ ദൈവത്തിന്റെ കൃപ ധാരാളമായി ലഭിക്കുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് ഈ ആഴ്ചയിൽ വിവാഹവാർഷികം ആഘോഷിക്കുന്നവരെയും ജന്മദിനം ആഘോഷിക്കുന്നവരെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. ജന്മദിന യഹോവയെ വാഴ്ത്തുക, എന്റെ സർവാന്തരംഗവുമേ അവന്റെ വിശുദ്ധനാമത്തെ വാഴ്ത്തുക. ജന്മദിന യഹോവയെ വാഴ്ത്തുക, അവന്റെ ഉപകാരങ്ങളൊന്നും മറക്കുന്ന സംഘത്തിന്റെ കാരനോട് ചേർന്ന് ദൈവം ചെയ്ത സകല ഉപകാരങ്ങൾക്ക് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ, ദൈവത്തെ സ്തുതിപ്പാൻ, ജീവിതത്തിലും ആയുസ്സിലും ലഭിക്കുന്ന അവസരങ്ങൾക്കായിട്ട് നിങ്ങളോട് സ്തോത്രം. ദൈവമേ, ഞങ്ങളുടെ നാടുകളോട് നാടുകൾ പെരുകുന്നത് അവിടുത്തെ മുഖണ്ടെന്ന് മാത്രം മനസ്സിലാക്കി നന്ദിയുടെ ഹൃദയത്തോടെ അങ്ങനെ മഹത്വപ്പെടുത്തുവാൻ, അങ്ങനെ സ്തുതിപ്പാൻ ഞങ്ങളുടെ ജീവിതത്തിൽ ലഭിക്കുന്ന അവസരങ്ങൾക്കായിട്ട് സ്തോത്രം. ദൈവമേ, മനുഷ്യരേഖനായിരിക്കുന്ന അന്നല്ലാതിനാണ് അവർ നഷ്ടമായി പ്രദാനം ചെയ്ത് കുടുംബമായി ജീവിക്കാനുള്ള പദവിയും അവകാശം നൽകുമ്പോൾ ദൈവിക കാവലിന്റെ സംരക്ഷയിൽ ആശ്രയിച്ച കുടുംബജീവിതങ്ങളെ കെട്ടിപ്പണിയുവാനവിടുന്ന് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഈ ആഴ്ചയിൽ ജന്മദിനം ആഘോഷിച്ച എല്ലാവരെയും, വിവാഹവാർഷികം ആഘോഷിച്ചവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഒരു വർഷക്കാലമാണ് കുടുംബജീവിതത്തിൽ നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കായി സ്തോത്രം. വ്യക്തി ജീവിതത്തിൽ ലഭിച്ച അനുഗ്രഹങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പുതിയ വർഷം അനുഗ്രഹത്തിന്റെ വർഷമാക്കി തീർക്കണമേ. ദൈവത്തിന്റെ ധാരാളമായ അനുഭവിച്ചുകൊണ്ട് ആയുസിന്റെ നാളിൽ മുമ്പോട്ട് പോകുവാൻ ഓരോരുത്തരും അവിടെ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അതിമതിയ അനുഗ്രഹങ്ങൾ നന്മകളോട് നിറയ്ക്കണമേ. അവരുടെ ജീവിതത്തിന് തുടർന്നുള്ള നാളുകളിൽ ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിച്ചു മുമ്പോട്ട് പോകുവാൻ ഓരോരുത്തരും ഇടയാക്കണമെന്ന് മശികാമയുടെ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായിട്ട് ഒരുങ്ങാം. ഒരു പ്രാവശ്യം കൂടെ ദൈവസന്നിധിയിൽ അടുത്തു വന്ന് ദൈവത്തെ ആരാധിപ്പാൻ നമ്മുടെ ജീവിതത്തിൽ ലഭിച്ച ഭാഗ്യകരമായ അവസ്ഥയ്ക്കായി സ്തോത്രം ചെയ്യാം. കഴിഞ്ഞ ആഴ്ചക്കാലം ദൈവം നമ്മെ പരിപാലിച്ചു. വിവിധ സാഹചര്യങ്ങളിലൂടെ, വിവിധ അവസ്ഥകളിലൂടെ നാം കടന്നുപോയപ്പോൾ ദൈവിക ആലോചനകളും ദൈവിക സാന്നിധ്യവും കൂടെ നമ്മെ പരിപാലിച്ചത് ഓർത്ത് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. നമ്മുടെ വ്യക്തിപരമായ ആവശ്യങ്ങളെ നമുക്ക് ഓർക്കാം. നമ്മുടെ ഹൃദയത്തിലെ ഭാരങ്ങൾ, നമ്മുടെ വേദനകൾ, നമ്മുടെ പ്രയാസങ്ങൾ, നമ്മുടെ ബുദ്ധിമുട്ടുകൾ ദൈവം അറിയും. രോഗഭാരത്താൽ ഭാരപ്പെടുന്നവർ, സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർ, വേർപാടുകൾ ദുഃഖത്തിലിരിക്കുന്നവർ, പലവിധമായ പ്രയാസങ്ങളും പ്രതികൂലങ്ങളുമായിരിക്കുന്നവർ, അവരെല്ലാം നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം.
ദൈവത്തോളം അതിശയമായ അത്ഭുതകരമായി കാത്തു പരിപാലിച്ച സ്തോത്രം ചെയ്യാം. നമ്മുടെ ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം, നമ്മുടെ സംസ്ഥാനത്തെ ഓർക്കാം, നമ്മുടെ രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം, ലോകരാജ്യങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് കോവിഡ് രോഗഭീതിയിൽ ആയിരിക്കുന്ന ജനസമൂഹത്തെ ഓർക്കാം. നമ്മുടെ രാജ്യം, നമ്മുടെ സംസ്ഥാനം രോഗഭീതിയിലായിരിക്കുന്നു, രോഗികളായിരിക്കുന്ന അനേകരുണ്ട്. അവരെല്ലാം ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം അത്ഭുതം പ്രവർത്തിക്കണമേ നമുക്ക് ദൈവത്തോട് അപേക്ഷിക്കാം. പരിപൂർണ്ണ സൗഖ്യത്തോടുകൂടി ജനം കടന്നു വരുവാൻ, ജനം ജീവിക്കുവാൻ, സമാധാനത്തിലും സന്തോഷത്തിലുമായിരിക്കാൻ ദൈവമേ അവിടുന്ന് ഇടയാക്കണമേ പ്രാർത്ഥിക്കുക. ഈ പകർച്ചവ്യാധി ഈ ലോകത്തു നിന്ന് മാറ്റപ്പെട്ട് ജനം ക്ഷേമത്തോടുകൂടി ജീവിപ്പാൻ ദൈവമേ അവിടുന്ന് ഇടയാക്കണമേ നമുക്ക് ദൈവത്തോട് അപേക്ഷിക്കാം. ഗവൺമെന്റ് സേവനം ചെയ്യുന്ന എല്ലാ പ്രിയപ്പെട്ടവരും ഓർത്ത് പ്രാർത്ഥിക്കാം. അവർക്ക് വേണ്ടുന്ന എല്ലാ കൃപയും ദൈവത്തിന് പ്രദാനം ചെയ്യണമെന്ന് അപേക്ഷിക്കാം. അതിന്റെ ശുശ്രൂഷ മേഖലകളിൽ പ്രവർത്തിക്കുന്ന എല്ലാവരെയും ഓർക്കാം. അവരുടെ ശുശ്രൂഷകളെ ദൈവമായിരിക്കണമെന്ന് ദൈവത്തോട് അപേക്ഷിക്കാം. നമ്മുടെ ആവശ്യങ്ങളെ ഓർത്ത്, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, നമ്മുടെ പ്രായമായവരെ ഓർത്ത് പ്രാർത്ഥിക്കാം, ഉദ്യോഗസ്ഥരെ ഓർത്ത് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് നമ്മളിൽ നിന്നും വിദൂരതയിലായിരിക്കും നമ്മുടെ എല്ലാ പ്രിയപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കാം. അവരായിരിക്കുന്ന കണ്ണിൽ ദൈവരെ സൂക്ഷിക്കണമേ, പരിപാലിക്കണമേ, വഴി നടത്തണമേ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. അടുത്ത ദൂരത്തുമായിരിക്കുന്ന നമ്മുടെ എല്ലാ പ്രിയപ്പെട്ടവരെ നമുക്ക് ദൈവസന്നിധിയിൽ ഓർക്കാം. ദൈവത്തിന്റെ സംരക്ഷണം, ദൈവത്തിന്റെ കാവൽ ഓരോരുത്തരുടെ മേലും ലഭിക്കണമേ നമുക്ക് ദൈവത്തോട് അപേക്ഷിക്കാം. നമ്മുടെ ഒഹാടെ ഓർത്ത് പ്രാർത്ഥിക്കാം. ബിഷപ്പിന് വേണ്ടി, പട്ടത്ത സമൂഹത്തെയും സുവിശേഷ വേലയിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും നമ്മുടെ സിസ്റ്റേഴ്സിനെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രവർത്തനങ്ങൾ സഭയ്ക്കും സമൂഹത്തിനും ദേശത്തിനും മധുരപരമായി തീരുവാൻ ദൈവമേ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഈ ആരാധന ശ്രമിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ നമുക്ക് ദിവസത്തിൽ ഓർക്കാം. പാരത്താകം രോഗഭീതിയില ആരോഗ്യമായിരിക്കുന്നു. ദൈവം അവരെ സൗഖ്യപ്പെടുത്തണമേ, പരിപൂർണ്ണ സമാധാനത്തോടുകൂടി അവരെ നിറയ്ക്കണമേ നമുക്ക് ദൈവത്തോട് അപേക്ഷിക്കാം. നമ്മുടെ സകല ആവശ്യങ്ങളാണ് ദൈവം ഇത്രത്തോളം നമ്മുടെ ജീവിതത്തിൽ കൂടെയുണ്ട്. തുടർന്ന് നമ്മുടെ എല്ലാ ആവശ്യങ്ങളും മതിയാകാനാണ് ആ ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് ആയുസ്സിന്റെ നാളെ മുമ്പോട്ട് പോകുവാൻ ദൈവമേ അവനെ ഇടയാക്കണമേ നമുക്ക് ദൈവത്തോട് അപേക്ഷിക്കാം. ഒരു നിമിഷം നമുക്ക് നമ്മെ തന്നെ ദൈവസന്നിധിയിൽ മൗനമായി സമർപ്പിക്കാം. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. സർവശക്തനായ കർത്താവേ, ശരീരവുമാണ് സഭയെ ഭരിച്ചിരിക്കുന്നല്ലോ. നിന്റെ വിശുദ്ധ സഭയിലെ എല്ലാവർക്കും ജനങ്ങൾക്ക് വേണ്ടി കഴിക്കുന്ന അപേക്ഷയും പ്രാർത്ഥനകളെ കൈക്കൊള്ളണമേ. അതിലോരോരുത്തരും ശുശ്രൂഷയുടെ സത്യത്തോട് ഭക്തിയോട് സേവിക്കേണ്ടതിന് ഞങ്ങളുടെ കർത്താവ് രക്ഷിതാവുമായ യേശുക്രിസ്തു മൂലം കൃപ നൽകണമേ. ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ കൃപയും നിങ്ങളെല്ലാവരോടും കൂടി ഇരിക്കുമാറാകട്ടെ. ആമേൻ. ഈ ശുശ്രൂഷയെ സംബന്ധിച്ച് എല്ലാവരോടുമുള്ള സ്നേഹവും സന്തോഷവും അറിയിച്ചോട്ടെ. ഈ കോവിഡ് കാലഘട്ടങ്ങളിൽ നാം നമ്മുടെ ഭവനങ്ങളിൽ ഇരുന്ന് ദൈവത്തെ ആരാധിക്കുകയായിരുന്നല്ലോ. ഗവൺമെന്റിന്റെ നിർദ്ദേശമനുസരിച്ച് അടുത്ത ആഴ്ച മുതൽ ആരാധനയ്ക്കായിട്ട് ദേവാലയം തുറക്കാമെന്ന് അറിയപ്പെടുന്നു. എന്നാൽ ഗവൺമെന്റിന്റെ പൂർണ്ണമായ നിർദ്ദേശങ്ങൾ നമുക്ക് ലഭ്യമായിട്ടില്ല. അതുകൊണ്ട് ഗവൺമെന്റ് നിർദ്ദേശിക്കുന്ന നിർദ്ദേശങ്ങൾ അനുസരിച്ച് നിങ്ങൾ ആരാധനയെ കടന്നു വരുവാനും അതുപോലുള്ള കാര്യങ്ങൾ ക്രമീകരിക്കണമെന്ന് പ്രത്യേകിച്ച് ഓർപ്പിച്ചുകൊള്ളട്ടെ. പ്രത്യേകിച്ച് ക്രമീകരണങ്ങൾ ഉണ്ടാകുമ്പോൾ അത് നിങ്ങളെ അറിയിക്കുന്നതാണ്. പ്രത്യേകിച്ച് ഓരോ ഏരിയയിലുള്ള ആൾക്കാരെ അറിയിക്കുകയും അതിനനുസരിച്ചുള്ള കാര്യങ്ങളിൽ മാത്രമേ നിങ്ങൾ തയ്യാറാകാവൂ എന്ന് പ്രത്യേകിച്ച് ഓർപ്പിച്ചുകൊള്ളുന്നു. അല്ലെങ്കിൽ എന്തെങ്കിലും അസൗകര്യങ്ങൾ ഉണ്ടാകുകയാണെങ്കിൽ ഇതുപോലെ ലൈവായിട്ട് ആരാധന തുടർന്ന് ഉണ്ടായിരിക്കുന്നതാണ്. പ്രാർത്ഥനയോട് ഒരുക്കത്തോടുകൂടി
കൂടി നാളുകളെ അതിജീവിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളായിരിക്കുന്നതെങ്കിൽ ദൈവം നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. തുടർന്ന് ദൈവത്തിന്റെ കൃപയാൽ ദൈവം നമ്മെ ഓരോരുത്തരെ വഴിനടത്തുമാറാകട്ടെ. ആമേൻ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.